ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ നാട്ടിലെ ആനമുദ്രയാണ്. ഞാനിന്ന് വീട്ടിലോട്ട് പോയതാണ്. വീട്ടിലാണ് അത് കാച്ചി നിൽക്കണത്. അപ്പോൾ എൻ്റെ തലയിൽ നിറയെ താരനായിരുന്നത് പോയോ എന്ന് അമ്മ നോക്കണതാണ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയത് ഈ സംഭവം ഒടിച്ചെടുക്കാനാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ ആനമുദ്രയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ സീതപ്പഴം എന്നായിരിക്കും ഇതിനെ പറയണത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ അതെനിക്ക് സീതപ്പഴമൊന്നും വേണ്ട. അതിൻ്റെ ഈ ഇലകൾ മാത്രം മതി. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഇലകളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമുണ്ടല്ലോ ആ മുന്തിരിയുടെ ഇലയ്ക്ക്. അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തണ്ടൊന്നും വേണ്ട, തണ്ടിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഇലകൾ മാത്രം ഞാനൊന്ന് ഇളക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലൊരു പാക്കായിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി കുളിച്ചിട്ട് വന്നപ്പോഴേക്ക് കണ്ടില്ലേ മുടി കിടക്കണത്. ഞാൻ എപ്പോഴും പറയും പോലെ പനങ്കുല പോലത്തെ മുടിയൊന്നുമല്ല, എൻ്റെ മുടി കുറച്ച് ജീവനുള്ളതുപോലെ ആയിട്ടുണ്ട്, കുറച്ച് തിക്കും ആയിട്ടുണ്ട്. ആ പാക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ പേൻ ശല്യം ഉണ്ടെങ്കിൽ മാറിയിട്ട് തലമുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. മുടി കൊഴിച്ചിലേക്ക് സ്വിച്ചിട്ട പോലെ നിർത്താനായിട്ട് ഈ ഒരു പാക്ക് മതി. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് റെമഡീസ് ഉണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും ഓരോന്നായിട്ട് പറയാം.